ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി നമ്മൾ പ്രെയർ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാനിങ്ങനെ ഡെയിലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രെയർ സംബന്ധമായിട്ട് ഈശോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ എന്ത് പറയണം, എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇന്ന് വേറൊന്നുമല്ല, അതായത് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയായിട്ടാണോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് നേരത്തെ ഞാൻ വീഡിയോ ഇട്ട സമയത്തൊക്കെ എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ദിവസങ്ങളല്ല, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് മെയിൽ വരാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ മെയിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കമൻസും കുറച്ച് മെയിൽസും ഒക്കെ കണ്ടപ്പം എനിക്കും തോന്നി, ഈവൻ എനിക്ക് വരെ അങ്ങനെ ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കറക്റ്റ് ആണോ, ഈശോ കേൾക്കുന്നുണ്ടോ, അങ്ങനത്തെ കുറച്ച് ഒരു ഡൗട്ടൊക്കെ എനിക്കും വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതും കൂടി ഞാനതിനകത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് അങ്ങനെ എന്താ പറയുക, ഗണിച്ച് നോക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കാൽക്കുലേഷൻ നടത്താനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് കറക്റ്റ് വേ തന്നെ ആയിരിക്കും. അതിലെന്തെങ്കിലും ഒരു കളങ്കമോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുക, അങ്ങനെ പറയുമ്പോൾ അതെന്താ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് തന്നെ തോന്നും നമ്മൾ ആത്മാർത്ഥമായിട്ടാണോ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ, ആ കാര്യം സാധിച്ചു കഴിയുമ്പോൾ ദൈവത്തിനെ ഉപേക്ഷിച്ച് പോകുമോ, അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരു ഒരു ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിനെ ഉപേക്ഷിച്ച് പോകുന്നതിനേക്കാളും നമ്മൾ ലൈഫ് ലോങ് ഈശോയുടെ കൂടെ ആയിരുന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പരിശുദ്ധ അമ്മയുടെ കൂടെ ആയിരുന്നുകൊണ്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം അതിനൊരു പവർ ഉണ്ടാവും, അതൊരു അർത്ഥം, അതിനൊരു മീനിങ് ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്. ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന് പറയത്തില്ലേ, അപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കാര്യം ശരിയാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അവരുടെ നിയോഗങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാളും ഡൗൺ ആയിട്ട്, ഒരുപക്ഷെ നമ്മളെക്കാളും ഭയങ്കര സങ്കടത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അപ്പം നമ്മളെയും ദൈവം അനുഗ്രഹിക്കും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പം, ഇപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ആഗ്രഹം സാധിക്കാനല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇപ്പം അവരുടെ ഒരു സഹനം, അവർ സഹിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം നമുക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പലവരുടെയും സിറ്റുവേഷൻ എൻ്റെ ലൈഫുമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. മീൻസ് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തേനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നു കഴിയുമ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈശോ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. അപ്പം ആ ഈശോയുടെ മുഖത്ത്, ഇപ്പം രോഗിയായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണാനായിട്ട് പോകുമ്പം ആ രോഗിയിലൂടെ നമ്മൾ ഈശോയെയാണ് കാണേണ്ടതെന്നൊരു അവബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് പോലെ ആ രോഗിയെ ശുശ്രൂഷിക്കാനും ആ രോഗിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് പേര് ഈശോയെ അറിഞ്ഞ്, ഈശോ സ്നേഹിച്ച്, ഈശോയുടെ സ്നേഹം മനസ്സിലാക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം ഭൂരിഭാഗം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മുന്നോട്ട് പോകുവാണെങ്കിൽ ഒത്തിരി നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും.
സമയത്ത് അവരുടെ സിറ്റുവേഷൻ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഓരോ വചനങ്ങൾ ദൈവം ഈശോ തരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പം അവരുടെ ആ, അവരുടെ ആ ഒരു ജീവിത രീതി, അവരിപ്പം സഫർ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ, എൻ്റെ മൈൻഡിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം അതൊക്കെ എന്താ പറയുക, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അവരെയും കൂടി ഈശോയെ, അവരുടെ നിയോഗങ്ങൾ, അവരുടെ ആ വിഷമം, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സങ്കടം എത്രയും പെട്ടെന്നൊന്ന് മാറ്റി കൊടുക്കണമേ. അവരെയും ഈശോയുടെ പാതയിലേക്ക്, ഈശോ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ, പാപികളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് ഈശോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. അങ്ങനെ ഈശോയുടെ അടുത്തേക്ക്, അതായത് ഈശോയുടെ സ്നേഹത്തിലേക്ക്, സ്നേഹം മനസ്സിലാക്കി ഈശോയുടെ അനുഗ്രഹങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് അവരെയും സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേര് എനിക്ക് ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അയ്യോ, ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേര്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിക്കാറില്ല. കാരണം ഇതുപോലെയൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇപ്പോഴും സഫർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡയറക്റ്റ് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ സിറ്റുവേഷൻ എനിക്ക് അവരാ അനുഭവിക്കുന്ന സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും എനിക്ക് പറ്റത്തില്ല. അപ്പം അവരൊക്കെ ഈ സമയം ഓർക്കുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പം എന്തായി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പം എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറൊന്നുമില്ല. റിപ്ലൈ ആണെങ്കിലും മെയിലൊന്നും അയക്കാറൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ അയക്കും. പക്ഷെ ഇപ്പം അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ മെയിലും മെസ്സേജസ് ആണെങ്കിലും നിയോഗങ്ങളാണെങ്കിലും അയക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങളുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എന്നോട് പറയുക. അപ്പോൾ അതനുസരിച്ച് എനിക്ക് പിന്നെയും കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുമല്ലോ. നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കടന്നു പോകണം. അതുപോലെ ഒരുപാട് പേർക്ക് ഒത്തിരി അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ ഇങ്ങനെയായി പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ ചെയ്യാവുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരസ്പരം പ്രാർത്ഥിക്കുക, സേഫായിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടി ആയിരിക്കുക. പറ്റുന്ന പോലെ പ്രാർത്ഥനയിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. എന്താ പറയുക, നമ്മുടെ കൈ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. പൈസയായിട്ടൊന്നും ഇപ്പം ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിവേ, എനിക്കിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എനിക്കും ഇല്ല. അപ്പോൾ ഉള്ളതുപോലെ ഞാനും ഇങ്ങനെ അടുത്തുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് അവിടെ സ്റ്റോപ്പായി പോകും. നമ്മുടെ ചാനൽ അപ്പോൾ അവിടത്തേക്ക് സ്റ്റോപ്പായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രെയർ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചായി. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്നു. നല്ല വീഡിയോസുമായിട്ട് വരാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളിടുന്ന ഓരോ കമൻസ് ആണെങ്കിലും, ഓരോ എന്താ പറയുക, ഓരോ ലൈക്കുകളാണെങ്കിലും, ഓരോരുത്തർ കാണുന്നതിലൂടെ ആണെങ്കിലും, നിങ്ങൾ കാണുന്നതിലൂടെയാണ് എനിക്ക് ഇനി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. കമൻസ് ആയിട്ടാണെങ്കിലും ഒക്കെ ഇടുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ നോർമലി വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടാറുണ്ട്. അതൊക്കെ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, ഈശോയോട് കൂടെ ആയിരിക്കുക. സത്യസന്ധമായിട്ട് നിഷ്കളങ്കതയോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് മുന്നേറുന്നവർക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളുണ്ടാവും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ ആയുധമാണ്. അത് ഒരിക്കലും ഒഴിവാക്കരുത്. ജപമാല കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ചാ.